അനുദിന വിശുദ്ധർ മെയ് 6 വിശുദ്ധ ഡൊമിനിക് സാവിയോ. 1842 ഏപ്രിൽ 2 ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ് ബ്രിജീത്ത എന്ന ദരിദ്ര മാതാപിതാക്കന്മാരിൽ നിന്ന് ഡൊമിനിക് ജനിച്ചു. അനുസരണയിലും സ്നേഹത്തിലും അവൻ വളർന്നു. കുട്ടിയായിരുന്ന ഡൊമിനിക് മാതാപിതാക്കന്മാരോട് പ്രദർശിപ്പിച്ചിരുന്ന സ്നേഹത്തിന് ഒരു ഉദാഹരണം പറയാം. തൊഴിൽ കഴിഞ്ഞു വരുന്ന പിതാവിൻ്റെ കയ്യിലോ കഴുത്തിലോ പിടിച്ചിട്ട് അവൻ പറയും, പ്രിയ അപ്പ, അപ്പൻ വളരെ ക്ഷീണിച്ചുവല്ലേ? അപ്പൻ എനിക്ക് വേണ്ടി കഠിനവേല ചെയ്യുന്നു. ഞാൻ അപ്പന് ഒരസഹ്യ ഹേതുവാണ്. അപ്പനും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാനൊരു നല്ല കുട്ടിയാകുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കും. വീടിനുള്ളിൽ കയറി കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവൻ അപ്പനെ പരിചരിക്കും. 4 വയസ്സായതിൽ പിന്നെ ഒരിക്കലും പ്രഭാതജപം, രാത്രിജപം, ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ, ത്രികാലജപം എന്നിവ അവനെ അനുസ്മരിപ്പിക്കേണ്ടിയിരുന്നില്ല. മാതാപിതാക്കന്മാർ മറന്നാൽ അവൻ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു. 2 നാഴിക നടന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. 7ാമത്തെ വയസ്സിൽ അവൻ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തലേ ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുകയാണ്. എൻ്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം. ഞാൻ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും. കൂടുതൽ ആദരവും അനുസരണയുമുള്ളവനായിരിക്കും. അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും. അമ്മ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ധ്യാനത്തിൽ അവനെടുത്ത പ്രതിജ്ഞകൾ എല്ലാ കുട്ടികൾക്കും മാതൃകയായിരിക്കും. അവനെടുത്ത പ്രതിജ്ഞകൾ ഇതൊക്കെയായിരുന്നു. 1. ഞാൻ അടുക്കൽ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നതിനനുസരിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും. 2. കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. 3. ഈശോയും മറിയവും എൻ്റെ സ്നേഹിതന്മാരായിരിക്കും. 4. പാപത്തേക്കാൾ മരണമാണ് ഭേദം. 10ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ദിനംപ്രതി 14 കിലോമീറ്റർ നടന്ന് കാസ്റ്റൽനോവയിൽ പഠനം ആരംഭിച്ചു. 1852 സാവിയോ കുടുംബം മോണ്ടാനോയിലേക്ക് താമസം മാറ്റി. 1854 ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ട്യൂറിനിലുള്ള ഡോൺ ബോസ്കോയുടെ ഓററ്ററിയിൽ ചേർന്നു. അവിടെ അവൻ ഡോൺ ബോസ്കോയുടെ കണ്ണിലുണ്ണിയായി. അക്കൊല്ലമാണ് ദൈവമാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൊമിനിക് ഉരുവിട്ടു, ഓ മറിയമേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു. അതെന്നും നിൻ്റേതായി സൂക്ഷിക്കണമേ. എൻ്റെ മറിയമേ, എൻ്റെ സ്നേഹിതയായിരിക്കണമേ. അധികാരികളുടെ അനുവാദത്തോടുകൂടി അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി 1856 ഡൊമിനിക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. ഓററ്ററിയിൽ കൂട്ടുകാർ തമ്മിലുണ്ടാകുന്ന ഭയങ്കര വഴക്കുകളും ദ്വന്ദ്വയുദ്ധവും മറ്റും ഡൊമിനിക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു. പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഡൊമിനിക് സഹായിച്ചിരുന്നു. അന്യർ ചെയ്യുന്ന കുറ്റം അവൻ്റെ തലയിൽ ആരോപിച്ച് ശാസിക്കപ്പെട്ടാലും അവൻ സ്വയം നീതീകരിച്ചിരുന്നില്ല. പരിശുദ്ധനായ ഈ ബാലൻ ലോകത്തിൽ അധികം ജീവിക്കാൻ ദൈവം തിരുമനസ്സായില്ല. ഓററ്ററിയൻ വന്നപ്പോൾ ക്ഷീണിതഗാത്രനായിരുന്ന ഡൊമിനിക് ഓററ്ററിയിലെ 3 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നുകൂടി ക്ഷീണിതനായി. ഡോൺ ബോസ്കോയുടെ ഒരു സ്നേഹിതൻ ഡോക്ടർ വല്ലവരി കുട്ടിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഡൊമിനിക്കിൻ്റെ ജീവിത രീതി മാറുന്നത് നന്നായിരിക്കുമെന്ന്. വളരെ മനസ്താപത്തോടെ അവൻ സ്വഭവനത്തിലേക്ക് പോയി. അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു. കുട്ടിയുടെ പ്രത്യേക ഭക്തി അതിന് കാരണമായിരുന്നു. 1857 മാർച്ച് 9 ഡൊമിനിക് സാവിയോ മരിച്ചു. 1954 ജൂൺ 12 2ാം പിയൂസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തു. വിചിന്തനം: യുവാക്കൾക്ക് മാതൃകയും ഉത്തേജനവുമായിട്ടാണ് ഈ യുവാവിനെ തിരുസഭ നാമകരണം ചെയ്തിട്ടുള്ളത്. വിനീതവും അനസ്യൂതവുമായ കൃത്യനിർവഹണമാണ് വിശുദ്ധിയെന്ന് ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഡൊമിനിക് ഇത് കരുതിക്കൊണ്ടായിരിക്കണം, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്.